ചായയോടൊപ്പം രാഷ്ട്രീയവും ഒത്തിക്കുടിക്കുന്നവരുടെ നാട് കൂടിയാണ് നമ്മുടെ ഇന്ത്യ. തെക്കെന്നോ വടക്കെന്നോ ഭേദവും ഇതിനില്ല. ചൂടൻ വർത്തമാനങ്ങൾക്ക് ഈ ചൂട് ചായ കാരണമാവുകയും ചെയ്യും. അങ്ങനെ ഒരു കൊച്ചു ചായക്കടയിലേക്ക് നിങ്ങളെ കൂടി ക്ഷണിക്കുന്നു. മലയാളികൾക്ക് ഒരു അഹങ്കാരമുണ്ട്. ചായക്കടയിൽ രാഷ്ട്രീയം പറയുന്നത് മലയാളി മാത്രമാണെന്ന്. നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഉത്തർപ്രദേശിലെ ഇട്ടാവ എന്ന് പറയുന്ന ഒരു ജില്ലയിലാണ്. ഇത് മുലായം സിംഗിന്റെ ജന്മനാട് കൂടിയാണ് ഇട്ടാവ. അഭി മോദി का लहर है? नहीं सर। क्यों? मोदी जी ने कोई अच्छा काम नहीं किया है। भाई झूठ बात कहाँ तक आदमी नहीं जानेगा सर। आप ये बताइए जो देते हैं पहले सबसे बड़ी चीज महंगाई। हम गरीब आदमी हैं, चाय की दुकान है सर, हम 1200 रुपए का सिलेंडर खरीदेंगे तो सर 1200 रुपए हम अपने कैसे बच्चे। कांग्रेस की सरकार थी, 400 रुपए का सिलेंडर था, सिर्फ सिटी मिलती थी। अब साहब यही स्मृति ईरानी जी सड़कों पे जब 400 रुपए का सिलेंडर था, यही स्मृति ईरानी सड़कों पे घूम रही थी सिलेंडर लेके। महंगाई है, महंगाई है। अब सर देखिए कि 1200 रुपए 1100 रुपए 1150 का सिलेंडर है। गरीब आदमी कहाँ तक साफ पूर्ति करेगा? മോദി പറയുന്നത് പോലെ ഹിന്ദു മുസ്ലിം പ്രശ്നമൊക്കെ ഉണ്ടോ എന്നതായിരുന്നു അടുത്ത ചോദ്യം. ന്യൂനപക്ഷങ്ങൾക്ക് അവിഹിതമായി എന്തൊക്കെയോ നേട്ടങ്ങൾ കോൺഗ്രസ് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നു എന്നാണല്ലോ മോദി പ്രസംഗത്തിൽ ആവർത്തിക്കുന്നത്. नहीं सर, कोई हिंदू मुस्लिम सब भाई भाई हैं। या भगवान हुए या अल्लाह, चीज तो एक है, इंसान एक है। देश आजाद हुआ था तब क्या मुसलमान भाई नहीं मरे थे? हिंदू ही थोड़ी सब मरे थे भाई। लड़ाई सभी भाइयों ने मिलकर की थी। ये थोड़ी हिंदू, हमें आपको क्या चाहिए? रोटी। हम मंदिर विरोधी नहीं है भाई, मंदिर बनवाई अच्छी बात है। നമ്മുടെ ചായക്കടക്കാരൻ മോദി വിരോധി ആയതുകൊണ്ടാണോ കടുത്ത വിമർശനം എന്ന് തോന്നിയേക്കാം. ചായ കുടിക്കാൻ വന്ന അടുത്ത ആളോടുകൂടി ചോദിച്ച് സംശയം തീർക്കാം. मोदी का लहर नहीं है, वो लोग जुमले में फंस गए थे। अब की बार कोई फंसने वाला नहीं है। हिंदू मुस्लिम पे चुनाव नहीं होगा, ना राम मंदिर पे चुनाव होगा। पर राम मंदिर हम भी पूजा करते। मंदिर को एक वोटर मिलेगा? नहीं नहीं नहीं। क्यों? मंदिर, हमारा बच्चा मंदिर जाने से खुशहाल नहीं होगा। हमारा बच्चा जब कॉलेज जाएगा तब हमारा देश तरक्की करेगा। मंदिर नहीं, कॉलेज चाहिए। कॉलेज चाहिए, हमें शिक्षा चाहिए, कॉलेज चाहिए। स्वास्थ्य शिक्षा जब बेहतर होगी तो देश में तरक्की होगी। अब बोलिए चुनाव कैसा है? अच्छा है चुनाव। अब की बार साइकिल ही चलेगी। സൈക്കിളേ? हाँ, इंडिया गठबंधन जीतेगा। ഏതായാലും ഉത്തർപ്രദേശിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് പോലുള്ള ഒരു രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട അല്ലെ അയോധ്യയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നും അല്ല ചർച്ച ചെയ്യുന്നത്. ഈ ചായക്കടയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അവർ ചൂണ്ടിക്കാണിക്കുന്നത് വിലക്കയറ്റം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഉണ്ടായിരിക്കുന്നത്. തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള വലിയ പ്രശ്നമായി തന്നെ നിൽക്കുകയാണ്. അതിനൊരു പരിഹാരമാണ് നൽകേണ്ടത്. കാര്യം നരേന്ദ്രമോദിക്ക് 10 വർഷം നൽകിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അതിൻ്റെ ഒരു പെർഫോമൻസിൻ്റെ ഒരു ബേസിലല്ല ഇപ്പോൾ വോട്ട് ചോദിച്ചിരിക്കുന്നത്. പകരം അദ്ദേഹം ഇപ്പോഴും ഹിന്ദു മുസ്ലിം പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ്. അത് ഇപ്രാവശ്യം ഓടത്തില്ല, അത് വർക്കാവില്ല എന്ന് തന്നെയാണ് ഉത്തർപ്രദേശിലെ ഇട്ടാവ ജില്ലയിൽ നിന്നും ഈ ചായക്കടയിലെ സംസാരം നമ്മൾ കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായത്. ഉത്തർപ്രദേശിലെ ഇട്ടാവയിൽ നിന്നും ജിജീഷ് കേസിക്കൊപ്പം ഡി ധനസുബോധ്, മീഡിയ 1.